മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. മുസ്ലിം ലീഗിനെയൊക്കെ പച്ചക്ക് വലിച്ചു കീറിക്കൊണ്ടാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ രാത്രിയിൽ നടന്നിട്ടുള്ള ന്യൂസ് 18 ചാനലിൽ നടന്ന ചർച്ചയിലെ ചെറിയൊരു ഭാഗമാണ്. മുനമ്പം വിഷയത്തിൽ സതീശനൊക്കെ പച്ചക്ക് വഞ്ചിക്കുകയാണ്. മാത്രമല്ല ലീഗ് MLA ഒക്കെ എന്തായിരുന്നു വിളിച്ചു പറഞ്ഞത് എന്നത് ഉൾപ്പെടെ എടുത്തു പറയുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇതിലെന്താ സംശയം? ഉമീദ് പോർട്ടലില് ഞാനതല്ലേ തുടക്കത്തിൽ ചോദിച്ചത്. ഉമീദ് പോർട്ടലിൽ ഈ ഡീറ്റെയിൽസ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ 10 മിനിറ്റ് സൊല്യൂഷൻ എങ്ങനെയാണ് ആവിയായി പോയത്? ഇത് പറയുന്നില്ലല്ലോ. എങ്ങനെയാണ് ആവിയായി പോയത്? ഇവിടെ ശ്രീകുമാർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ ചർച്ച മുഴുവൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം മുഴുവൻ കേട്ടതാണ്. നമ്മളെല്ലാവരും കേട്ടതാണ്. അങ്ങനെ കേൾക്കാത്തവരാരും ഇവിടെ വന്നിരിക്കില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു 8ന്റെ പണി തന്നിട്ടാണ് പോയത്. എന്താ 8ന്റെ പണി? 8ന്റെ പണി തന്നിട്ടാ പോയത്. എന്താ? അതായത് ഈ സംഗതി പോർട്ടലിലേക്ക് അങ്ങോട്ട് വെച്ചു. പോർട്ടലിലേക്ക് വെച്ചതോടുകൂടി എന്റെ 10 മിനിറ്റ് പരിഹാരമൊക്കെ പോയി. എന്റെ ചോദ്യം, ഞാൻ നേരത്തെ തന്നെ ചോദിച്ച ചോദ്യം ഇതാണല്ലോ. രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം 2019 ഓൾറെഡി നടന്നു കഴിഞ്ഞിരുന്നു. ആ നടത്തിയത് ആരായിരുന്നു? അന്ന് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആരായിരുന്നു? ശ്രീകുമാർ സാറ് ഒന്ന് മനസ്സിലാക്കി നോക്കൂ. UDFന്റെ ആള് തന്നെയായിരുന്നു. അദ്ദേഹമാണ് അന്നിത് വഖഫ് രജിസ്ട്രിയിലേക്ക് എഴുതി ചേർത്തത്. 2022 നിങ്ങൾ തന്നെയാണല്ലോ, മുസ്ലിം ലീഗിന്റെ MLA ആണല്ലോ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് മുനമ്പത്തെ കയ്യേറ്റക്കാരെന്ന് മുനമ്പം ജനതയെ വിളിച്ചത് നിങ്ങളല്ലേ? മുനമ്പത്തെ കയ്യേറ്റക്കാരെന്ന് മുനമ്പം ജനതയെ വിളിച്ചത് UDFിലെ ഘടകകക്ഷിയുടെ MLA അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് കൈ കഴുകാൻ കഴിയുക? ഇത് വഖഫല്ല എന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. നല്ല കാര്യം. വഖഫല്ല എന്ന് ഉറപ്പുള്ള കാര്യം. എന്നിട്ട് എന്തുകൊണ്ട് ആ ജനത ഇത്രയും നാളായിട്ട് അടിമത്തത്തിൽ കിടക്കുന്നു? 4-5 വർഷമായി. നിങ്ങൾ കേട്ടില്ലേ? ആദ്യമേ തന്നെ ഫാദർ ജോഷി മയ്യാറ്റിലിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് മൊത്തം പച്ചക്കള്ളമാണ് എന്ന് ചാനൽ ചർച്ചയിൽ വിളിച്ചു പറഞ്ഞതിനാണ് അഭിനന്ദനങ്ങൾ നേരുന്നത്. 2019 തന്നെ ആ സമയത്ത് എന്ത് രജിസ്റ്റർ ആയിരുന്നോ വഖഫ് ഭൂമി ചെയ്യേണ്ടത്, അത് ആ സമയത്ത് അത്തരത്തിൽ വഖഫ് ഭൂമിയാക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്ന് UDF സംവിധാനമാണ് വഖഫ് സംവിധാനത്തിലുള്ളത് എന്നാണ് പറയുന്നത്. ഫാദർ ജോഷി മയ്യാറ്റിൽ എടുത്തു പറഞ്ഞതാണ്. ഇന്ന് ഇടതാണോ മുനീബ് ഹോട്ടലിൽ കയറ്റിയോ എന്നൊക്കെ പറഞ്ഞ് 8ന്റെ പണി കിട്ടി എന്നൊക്കെയാണ് സതീശൻ പറയുന്നത്. ഇത് 2019 തന്നെ ഇത്തരത്തിലുള്ള ഒരു രജിസ്റ്റർ നടന്നിട്ടുണ്ട്. അതായത് 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു രജിസ്ട്രേഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. അന്ന് UDF പാനലായിരുന്നു വഖഫ് ബോർഡിൽ. അപ്പൊ ഇന്ന് വന്നിട്ട് പണി കിട്ടിയെന്നൊക്കെ പറയാൻ ഉളുപ്പില്ലേ? ഇത് പച്ച വർഗീയതയാണ് എന്ന് ചാനൽ ചർച്ചയിൽ ഉടനീളം ഫാദർ ജോഷി മയ്യാറ്റിൽ എടുത്ത് പറയുന്നുണ്ട്. മുസ്ലിം ലീഗ് സഭയിൽ 2022 തന്നെ മുസ്ലിം ലീഗ് സഭയിൽ കയ്യേറ്റം ചെയ്തു വഖഫ് ഭൂമിയിൽ എന്നുള്ള നിലപാട് മുസ്ലിം ലീഗിനുണ്ട്. ഇവിടെയാണ് ഇപ്പോഴും UDFിനൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് അച്ഛന്മാരൊക്കെ ഉണ്ട്. ഒരുപാട് അച്ഛന്മാരുണ്ട്. പള്ളിയൊക്കെയായി ബന്ധപ്പെട്ടുള്ള നേതാക്കന്മാർ ഒരുപാട് ആളുണ്ട്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഒരൊറ്റ യാഥാർത്ഥ്യമാണ്. UDFിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് വഖഫിന്റെ താല്പര്യത്തിനപ്പുറം ഒരു തരത്തിലും ഒരടി മുന്നോട്ട് നിൽക്കാൻ സാധിക്കൂല എന്നുള്ളത് സകല സഭാ നേതാക്കന്മാരും വ്യക്തമായിട്ട് തിരിച്ചറിയണം. മുസ്ലിം ലീഗിന്റെ നിലപാട് എന്തോ അത് മാത്രമേ സതീശന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ആ ഒരു ഗതികേടിൽ തന്നെയാണ് സതീശൻ മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞ സമയത്ത് മുസ്ലിം ലീഗാണ് കേരളത്തിൽ കടുംപിടുത്തം പിടിച്ച് ഈ പറയുന്ന VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. ആ VD സതീശൻ തിരഞ്ഞെടുപ്പ് സമയത്ത് 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ സമയത്തും അതേ വാക്കൊക്കെ നിറവേറ്റുന്ന പ്രബുദ്ധ ജനത ആരെങ്കിലും വിശ്വസിക്കോ? നമ്മൾ മലയാളികൾ എന്തിനു വിശ്വസിക്കണം ഇനി സതീശനെ? സതീശൻ അങ്ങനെ പല കള്ളത്തരവും ജനങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ദേവാലയത്തിന്റെ മുന്നിൽ നിന്ന് പോലും വിളിച്ചു പറഞ്ഞത്, ഈ ദേവാലയത്തെ സാക്ഷി നിർത്തി പറയുന്നു 10 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രശ്നം പരിഹരിക്കുമെന്ന്. ആ സതീശനാണ് ഇപ്പൊ മുനീബ് ഹോട്ടലിൽ രജിസ്റ്റർ ചെയ്തു. ഇനി എന്ത് ചെയ്യും? അത് ഇതുപോലെയുള്ള പല രജിസ്ട്രേഷനും ആ കാലങ്ങളിലുള്ള ആ സമയങ്ങളിൽ ഓരോ സമയത്തും വഖഫുമായി ബന്ധപ്പെട്ട്
രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ മുനമ്പം വഖഫ് വിഷയം എന്ന് പറയുന്നത്, ഈ മുനമ്പം ഈ വഖഫിന്റെ യാതൊരു തരത്തിലുള്ള ഒരു തരത്തിലും വഖഫിന്റേതല്ല. എന്നിട്ടും ലീഗ് സഭയിൽ പറഞ്ഞത് കയ്യേറ്റം ചെയ്തു മുനമ്പം ജനത. 600-ൽ പരം സാധാരണക്കാരായ കുടുംബങ്ങള് കയ്യേറ്റം ചെയ്തു എന്ന് മുസ്ലിം ലീഗിന്റെ ഒരു MLA 2022 വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലീഗ് പറയുന്നതിൽ അപ്പുറം ഒരടി നിലവിലെ സതീശൻ മുന്നോട്ട് ഒരിക്കലും നടക്കൂല. ഇനിയെങ്കിലും മുനമ്പം ജനത, സാധാരണക്കാരായിട്ടുള്ള 600 കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുന്ന സകല മലയാളികളും തിരിച്ചറിയാ, ഇത് കേരളത്തിൽ BJP അധികാരത്തിലെത്തിയാൽ മാത്രമേ ഈ വിഷയത്തിലൊക്കെ നീതി കിട്ടൂ. ഇത് നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും BJP അനുകൂലിച്ച് പറയാ എന്ന് ആരും കരുതണ്ട. അതാണ് യാഥാർത്ഥ്യം. ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ, അതിന്റെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുമെന്നാ നിങ്ങളൊക്കെ കരുതുന്നത്? ഈ പറയുന്ന മുനമ്പം സ്ഥലമൊക്കെ, മുനമ്പം വിഷയം അങ്ങ് പരിഹരിച്ച് വഖഫിന്റേതല്ല എന്നൊക്കെ പറയുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അത് വഖഫിന്റേതാണ് എന്ന രീതിയില് ഇനി നിലവിലെ സർക്കാർ മുന്നോട്ട് വെക്കും. അതാണ് നടക്കാൻ പോകുന്നത്. ഇതിലൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഇവിടെ BJP കേരളത്തിൽ ഭരിച്ചേ പറ്റൂ. അല്ലാതെ എങ്ങനെ നടക്കുമെന്ന് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പറഞ്ഞതിലപ്പുറം ഒരു വരയ്ക്കാൻ സതീശനെ കൊണ്ട് സാധിക്കുമോ? സതീശന്റെ റിമോട്ട് കിടക്കുന്നത് മുസ്ലിം ലീഗിന്റെ തറവാട്ടിലല്ലേ? ഇതല്ലേ യാഥാർത്ഥ്യം? മുസ്ലിം ലീഗ് ഈ അടുത്ത് മറ്റു തരത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ കുടിയൊഴിപ്പിക്കാൻ ഈ ലീഗിന്റെ ഓച്ചാരം ഒരു മലയാളിക്ക് വേണ്ട, പ്രത്യേകിച്ച് മുനമ്പം ജനതയ്ക്ക് വേണ്ട. കുടിയൊഴിപ്പിക്കാൻ ഇത് വഖഫിന്റേതല്ല സ്ഥലം. വഖഫിന്റേതാണെങ്കിലല്ലേ കുടിയൊഴിപ്പിക്കില്ല എന്ന ഔദാര്യമൊക്കെ ലീഗ് നൽകേണ്ടത്. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കുടിയൊഴിപ്പിക്കില്ല തിരഞ്ഞെടുപ്പ് സമയത്ത് വിളിച്ചു പറഞ്ഞതാ. ഇപ്പൊ നിലപാടുണ്ടോ എന്നുള്ളത് അറിയുകയുമില്ല. ഏതായാലും ഫാദർ ജോഷി മയ്യാറ്റില് രംഗത്തെത്തിയിട്ട് സതീശനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുക. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല അച്ഛന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ ഇനി സതീശനെ വിശ്വസിക്കുകയാണെങ്കിൽ അതിലൊരർത്ഥമില്ല. നിങ്ങൾ സതീശനെ ഒന്നും ഒരിക്കലും വിശ്വസിക്കരുത്. സതീശന് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നതിലപ്പുറം ഒരു തേങ്ങയും ചെയ്യാൻ സാധിക്കൂല. ഒരു ഭാഗത്ത് വഖഫ് ചെയ്ത കയ്യേറ്റങ്ങളെ കുറിച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾ നീതി പ്രതീക്ഷിക്കേണ്ട. ഇവിടെ BJP ഭരിക്കുകയാണെങ്കിൽ അതിലൊരു നീതി ഉണ്ടാവും. അല്ലെങ്കിലും ഇതിലെ നീതി എന്ന് പറഞ്ഞാൽ എന്താ? 600-ൽ പരം സാധാരണ കുടുംബങ്ങൾക്ക് അവരുടെ കിടപ്പാടം തിരിച്ചു കൊടുക്കുക എന്നല്ലാതെ മറ്റൊരു തരത്തിൽ അത് വഖഫ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് അനീതിയല്ലേ? അല്ലെങ്കിലും ഒരു ബോർഡിന് ഇത്രയും സ്ഥലം മതത്തിന്റെ പേരിലൊക്കെ പിടിച്ചെടുക്കുമ്പോ അത് എത്ര വലിയൊരു നെഗറ്റീവ്, ഒരു നെറികേട് നമ്മുടെ കേരളത്തിൽ നടക്കും. സകല മലയാളികളും ഒന്ന് ചിന്തിച്ചു, മതഭേദമന്യേ ചിന്തിച്ചു. 600-ൽ പരം കുടുംബങ്ങളുടെ കിടപ്പാടം പിടിച്ചെടുത്തിട്ട് വഖഫ് ബോർഡൊക്കെ എന്ത് തേങ്ങ ചെയ്യുമെന്നാ പറയുന്നത്? എന്തിനു പിടിച്ചെടുക്കുക എന്നാ പറയുന്നത്? ആരുടെ കുടുംബം നന്നാക്കാൻ ഇത് പിടിച്ചെടുക്കുന്നത്? ഇത് അനീതി. ഈ ഒരു വിഷയം തന്നെ വഖഫ് ബോർഡ് ഉയർത്തിയത് തന്നെ അനീതിയാണ്. എത്ര അന്തസ്സുണ്ട് ഈ വിഷയത്തിൽ. അത് സാധാരണക്കാരുടെ കുടുംബങ്ങൾ ജീവിക്കുന്ന സ്ഥലമല്ലേ? അതിലിനി നമ്മളൊരു ചർച്ചയില്ല എന്ന് പറയുമ്പോ എത്ര മഹത്തര. അതിന് പകരം വഖഫ് ചെയ്യാത്ത അത് കോടതി പ്രശ്നോ, സാധുക്കളായിട്ടുള്ള സാധാരണക്കാര് കിടപ്പാടത്തിന് വേണ്ടി തെരുവില. ഒരുപാട് അച്ഛന്മാര് സഭയൊക്കെ അതിൽ ഇടപെട്ട് നീതി വാങ്ങിക്കൊടുക്കാൻ പരമാവധി രംഗത്തെത്തുക. എന്നിട്ട് സതീശനൊക്കെ വിശ്വസിച്ച് വോട്ട് ചെയ്തു കൊടുത്ത് ആ സതീശനൊക്കെ പച്ച വെള്ളത്തിൽ ഇപ്പൊ വഞ്ചിക്കുക. ഇനിയെങ്കിലും തിരിച്ചറിയാ, ഈ വിഷയമൊക്കെ മാറണമെങ്കിൽ BJP കേരളത്തിൽ അധികാരത്തിലെത്തണം. BJPയെ വിജയിപ്പിച്ചാലേ ഈ വഖഫിന്റെ ഈ അനീതിക്കെതിരെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ നല്ല രീതിക്ക് മുന്നോട്ട് പോകണം. പക്ഷെ ഒരു മത സംവിധാനം മറ്റു മതത്തിൽപ്പെട്ട ആളുകളൊന്നും ജീവിക്കുന്ന കിടപ്പാടത്തെ കിടന്ന് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു മതവിശ്വാസിക്കും അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇനിയെങ്കിലും ഈ പറയുന്ന മുനമ്പൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ BJP നേതാക്കന്മാര് പറയുന്നതാണ് യാഥാർത്ഥ്യമെന്ന് സകലരും തിരിച്ചറിയുക.